ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഇങ്ങനെ കടന്നുകൊണ്ട് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് റൗണ്ട് അടിച്ചിട്ട് വരാറ്. അപ്പോൾ എങ്ങോട്ടാന്ന് അറിയില്ല, നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഞാൻ പോണ വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഓക്കെ, അങ്ങനെ ഗൈസ് ലക്ഷ്യബോധമില്ലാത്ത യാത്ര ഞങ്ങൾ തുടരുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ടൈം ഫുള്ള് ഇങ്ങനെ തന്നെ കേട്ടോ. വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങോട്ടെങ്കിലൊക്കെ പോവാന്നിട്ട് ഇക്ക വണ്ടി സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഞാനും കൂടെ കയറി പോകും. കാരണം നിൽക്കുന്ന അത്രയും സ്ഥലങ്ങൾ നമുക്ക് കാണാമല്ലോ വിചാരിക്കും. ഇക്ക ഡ്യൂട്ടിയിലാണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ. അങ്ങനെ ഇക്ക പ്ലാൻ ചെയ്തിട്ടുള്ള മെസ്സിലാലുലിലേക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി ഗൈസ്. വെറുതെ കറങ്ങാൻ പോവാ കേട്ടോ. പ്രത്യേകിച്ചൊന്നും വാങ്ങാണ്ടായിട്ടൊന്നുമല്ല. പിന്നെ മുന്നേ ഞങ്ങൾ തലേസൊക്കെ പോയിട്ടുണ്ടായിരുന്നു. വെറുതെ റൂമിലിരിക്കണ്ടല്ലോ, എനിക്ക് ബോറടിക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ആളിനെ കൊണ്ട് പോണതാട്ടോ. അങ്ങനെ അവിടെ പാർക്കിംഗ് വളരെ ടാസ്ക്കാണ് കേട്ടോ. കാരണം അവിടെ അത്രയും വണ്ടികൾ പാർക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ പുറകിലായിരുന്നു പാർക്ക്. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി കേട്ടോ. പിന്നെ അവിടെ ചെന്നാൽ കാണാവുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അത്ര രസമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഇക്കാക്ക് പെർഫ്യൂമിൻ്റെ കളക്ഷൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇക്ക എന്ത് ചെയ്തു, കുറച്ച് പെർഫ്യൂം നോക്കാൻ കേട്ടോ. ഞങ്ങൾ രണ്ടാളും കൂടി പെർഫ്യൂം നോക്കാൻ പോയിട്ടോ. അങ്ങനെയൊക്കെ ചെറുതായിട്ടൊരു പെർഫ്യൂം ഒന്ന് എടുത്തു. നല്ല സ്മെല്ലുള്ളത് കേട്ടോ. അവിടെ കാണാൻ തന്നെ ഒരുപാട്, അതിനുള്ളിലൊക്കെ ഫുള്ള് മലയാളികളാണ് കേട്ടോ. കൂടുതലും ആ പെർഫ്യൂം വാങ്ങാൻ വന്നവർ കൂടുതൽ ആൾക്കാരും മലയാളികളാണ് കേട്ടോ. മാത്രമല്ല അവിടെയുള്ള സെയിൽസ്മാൻമാരും മലയാളികളാണ് കേട്ടോ. അതുകൂടാതെ അതിനുള്ളിൽ ഒരുപാട് സ്റ്റാഫുകളുണ്ട്, പല രാജ്യക്കാരുണ്ട് കേട്ടോ. അങ്ങനെ ഗെയ്സ് ലക്ഷ്യബോധമില്ലാത്ത ഞങ്ങൾ വീണ്ടും കയറുന്നത് വാച്ച് കടയിലേക്കാണ് കേട്ടോ. അതിനുള്ളിൽ തന്നെ കേട്ടോ വാച്ച് കട ഉള്ളത്. അപ്പോൾ വാച്ച് ഷോപ്പിൽ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞാൻ കുറച്ച് സെലക്ഷനൊക്കെ നോക്കി. അങ്ങനെ ഞങ്ങൾ വീണ്ടും എന്ത് ചെയ്തു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാം കേട്ടോ. ഇവിടെ ബാഗിൻ്റെ ഷോപ്പാണ്. അപ്പോൾ ബാഗിൽ ഞാനൊന്ന് സെലക്ട് ആക്കിയിട്ട് ബാഗ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇഷ്ടപ്പെട്ടൊരു ബാഗ് സെലക്ട് ആക്കി ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോയി. അവിടെ പിന്നെ കൂടുതലും കാണാൻ തന്നെ ഇട്ട് ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ ഇതിൽ കയറി കാണാൻ ഓരോന്ന് കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുക കേട്ടോ ഗെയ്സ്. അപ്പോൾ അതിനേക്ക് ഇക്ക വേറെ സ്ഥലത്ത് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയി. ഞാനൊന്ന് കുറേ ഫോട്ടോസുകളൊക്കെ എടുത്തു. അങ്ങനെ ഗെയ്സ് ഞങ്ങൾ വീണ്ടും അവിടെ നിന്നേക്ക് ബില്ല് കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാണ്ട ഗെയ്സ്. അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഇക്കാൻ്റെ കൂട്ടുകാരനെ അങ്ങനെ വിളിച്ചുകൊണ്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈഫിനെയും കൊണ്ട് പോവാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ഗെയ്സ്. അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി ഫോട്ടോസുകളും വീഡിയോസുകളൊക്കെ അങ്ങനെ എടുത്തെടുത്തെടുത്ത് ഞങ്ങൾ നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോവുകയാണ് ഗെയ്സ്. പാർക്കിംഗ് സ്ഥലം കുറച്ച് ദൂരെയായിരുന്നു കേട്ടോ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ പാർക്കിങ്ങിൽ വണ്ടിക്ക് ഒരുപാട് വണ്ടികളുണ്ട് അവിടെ. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ് ഗെയ്സ്. അങ്ങനെ ഗൈസ് ഞങ്ങൾ അവിടുന്ന് ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം നോക്കിയപ്പോൾ എവിടെയും പാർക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ഞങ്ങൾ കുറേ അങ്ങോട്ട് പോയി വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ അവിടുന്ന് നടന്ന് ഷോപ്പിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ചാറ്റൽ മഴയും പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് ഇവിടെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് ഗൈസ്, ചെറുതായിട്ട് കേട്ടോ. അങ്ങനെ ലക്ഷ്യബോധമില്ലാത്ത ഞങ്ങളൊരു കണ്ണട ഷോപ്പിൽ കയറിയിട്ടോ. അവിടെ നിൽക്ക് കുറച്ച് കണ്ണടകളൊക്കെ ഇങ്ങനെ നോക്കി. ഞാനും അതിൻ്റെ കണ്ണടകൾ നോക്കി, കണ്ണട വെച്ച് നോക്കി. അങ്ങനെ അവിടെ നിന്ന് ഒരു കണ്ണട സെലക്ട് ചെയ്ത് ഞങ്ങൾ വീണ്ടും അടുത്ത കൂട്ടുകാരൻ്റെ ഷോപ്പിലേക്ക് പോകണം കേട്ടോ ഗൈസ്. അങ്ങനെ കൂട്ടുകാരൻ്റെ ഷോപ്പിലെത്തി. അവിടുന്ന് പുള്ളിക്കാരന് പഴയകാലം ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് എടുത്ത് കാണിച്ചു തന്നു, ഞങ്ങൾക്ക് കഴിക്കാൻ തന്നു. അപ്പോൾ ഞങ്ങൾക്ക് നോമ്പ് തുറന്നുകൊണ്ട് ഒന്നിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ നിന്ന് അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, നെക്സ്റ്റ് സ്ഥലത്തേക്ക് എങ്ങോട്ടും ഇല്ല, ഞങ്ങൾ റൂമിലേക്ക് പോട്ടെ ഗെയ്സ്. ഇവിടെ കാണാൻ നല്ല ഭംഗിയാട്ടോ. ഞാൻ അങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ടേയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്കൊരു പൂച്ചക്കുട്ടിനെ കണ്ടിട്ടോ. അപ്പോൾ ഞാൻ പുള്ളിക്കാരനെയും വീഡിയോയിൽ പകർത്തിട്ടോ. അങ്ങനെ T20 കഫ്തീരിയയിലാട്ടോ ഞങ്ങളുള്ളത്. അപ്പോൾ ഈ കഫ്തീരിയൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് ഐറ്റം ഐസ്ക്രീമുകളും ജ്യൂസുകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊരു ഫലൂദ പാർസൽ വാങ്ങിയിട്ട് ഞങ്ങൾ പോവാട്ടോ ഗെയ്സ്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ഗെയ്സ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.